ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? എല്ലാവിടെയും വിൻ്ററൊക്കെ തുടങ്ങി അല്ലേ? ഞങ്ങളുടെ ഇവിടെയും വിൻ്റർ തുടങ്ങിയ നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. രാത്രിയൊക്കെ ഒരു 15 ഡിഗ്രി 14 ഡിഗ്രിയൊക്കെ ആവും പുറത്ത്. ഉള്ളിൽ അത്ര അറിയില്ല. പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും. ഉള്ളിലും ഉണ്ട്, എന്നാലും സ്വെറ്ററും സോക്സൊന്നും ഇടാറായിട്ടില്ല. അതിപ്പോൾ എങ്ങനെയും ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടണം. ഇപ്പം ഞാനിന്ന് വിൻ്ററായാൽ ഉണ്ടാക്കുന്ന ചില വിഭവങ്ങളാണ് എപ്പിസോഡായിട്ടിടാം. ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ വിൻ്ററിൽ ഉണ്ടാക്കുന്ന എന്താ പറയുക, വെജിറ്റബിൾ സൂപ്പ്. ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതെല്ലാം വേവിച്ച് കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ചുടച്ച് പിന്നെ അതിനെ സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ സ്ലറി മാത്രം എടുത്ത് പിന്നെയും തിളപ്പിച്ച് അല്ലേ? ഇതിപ്പോൾ അങ്ങനെയല്ല. എല്ലാ വെജിറ്റബിൾസും ഇട്ട് വേവിച്ച് ഉടയ്ക്കുക, എന്നിട്ട് ആ വെജിറ്റബിൾ നമ്മൾ കഴിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില എന്താ പറയുക, സഞ്ജീവ് കപൂറിൻ്റെയൊക്കെ ഗ്രൂപ്പിലുണ്ടാകുന്ന ചില ഷെഫുണ്ട്. അവരുടെയൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് 2-3. അപ്പോൾ അവരുടെയൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യാറ്. ഇപ്പോൾ സഞ്ജീവ് കപൂർ ഇതെന്നുള്ളത് ഖാന ഖസാന എന്ന് പറഞ്ഞിട്ടൊന്ന് ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, സീരീസ് പോലെ. എപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളൊക്കെ ടി വി വന്ന സമയത്ത് അപ്പോഴേ തുടങ്ങിയതാണ് ഞാൻ കാണാൻ. അത്ര ഇഷ്ടമാണ് അവരുടെ ആ ഇതൊക്കെ. അന്ന് ടി വിയിലാണെങ്കിൽ കൂടി അത് കാണാൻ അതൊരു രസമല്ലേ. ഇന്നിപ്പോൾ എന്തെല്ലാം എസ്തറ്റിക്കായിട്ട് എന്തൊക്കെ ചെയ്യാം, കാലം മാറി. എന്നാലും അതും രസമാണ്, അത് നല്ലോണം. അപ്പോഴും ആ കിച്ചണൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എന്താ രസമല്ലേ അന്നത്തെ കാലത്ത് ആ കിച്ചൺ സെറ്റപ്പൊക്കെ. പിന്നെന്താ, എന്തൊക്കെയുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ, വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് നാട്ടിലും? പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ, ഞാനൊക്കെ പറയുന്ന സമയത്ത് ഡിസംബർ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും തണുത്ത കാറ്റൊക്കെ ആയിരിക്കും പുലർച്ചെ. ഇപ്പോൾ ഒക്കെ അത്ര ഇല്ല എന്നാണ് പറയുന്നത് പൊതുവെ. അമ്മയൊക്കെ പറയും, ഈ പണ്ടൊക്കെ അമ്മയും ഇതുപോലെ സ്കൂളിലൊക്കെ നേരത്തെ പോകണമല്ലോ, 8 മണി 8:30 ആകുമ്പോഴേക്കും പോകുമ്പോൾ പറയും, ബസ്സിലിരിക്കുമ്പോൾ കുറച്ചൊരു 12-14 കിലോമീറ്റർ ദൂരം ബസ്സിൽ പോകണം. അമ്മ ഹൈസ്കൂൾ മാത്സ് ടീച്ചറായിരുന്നു. പിന്നെ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു 5-6 കൊല്ലം മുമ്പ്, റിട്ടയർ ചെയ്യുന്നതിന് 5-6 കൊല്ലം മുമ്പ് ഹെഡ്മിസ്ട്രസ്സായി. അങ്ങനെ ഹെഡ്മിസ്ട്രസ്സായിട്ടാണ് എന്താ പറയുക, റിട്ടയർ ചെയ്തത്. അപ്പം അമ്മ പറയും, ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ എന്താ തണുപ്പ്. അന്നത്തെ പിന്നെ കുളിച്ചിട്ടൊക്കെ അല്ലേ പോവുക, എപ്പോഴും കുളിക്കാതെ തല ഇതാക്കാതെ പോവില്ലല്ലോ. അപ്പോൾ ആ തണുപ്പത്തത് ഉണങ്ങില്ല, നല്ല നീണ്ട മുടിയാണ് അമ്മയ്ക്ക്. അമ്മ അത് കുളിച്ച് പിന്നിയ പോലെയൊക്കെ ഇട്ട് ചെയ്ത് പോകുമ്പോൾ അത് ശരിക്കും ഉണങ്ങണ്ടേ. അപ്പം അന്നേരം വരുമ്പോഴേക്കും നല്ല തലവേദനയായിരിക്കും. അങ്ങനെ ഒരു കാലമായിരുന്നു അന്ന്. ഇപ്പം അത്ര തണുപ്പില്ല എന്നാണ് അമ്മ പറയുന്നത്. അതെ, ഞങ്ങൾക്കും അതെ. എനിക്ക് നടക്കേണ്ട ദൂരമേ ഉള്ളൂ, 10 മിനിറ്റ്സും കൂടി ഇല്ല സ്കൂളിലേക്ക്. നടന്നിട്ടാണ്. അപ്പോൾ നടന്ന് പോകുമ്പോഴും അതെ, നല്ല തണുത്ത കാറ്റായിരിക്കും. അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഷിഫ്റ്റാണ്, 8, 9, 10 മോർണിംഗ് ഷിഫ്റ്റാണ്. 8:30 തൊട്ട് 12:30 വരെ. പിന്നെ 5, 6, 7 1:30 മുതൽ 4:30, 5 അങ്ങനെയാണ് തോന്നുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ നേരത്തെ എണീറ്റ് റെഡിയായി ഇതാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അന്ന് ചൂടുവെള്ളത്തിൽ, അന്ന് ഹീറ്ററൊന്നും ഇല്ലല്ലോ, പിന്നെ ചൂടാക്കിയിട്ടൊക്കെ കുളിച്ചിട്ടൊക്കെ അല്ലേ ഇതാവുക. അപ്പോഴും തല കുളിക്കില്ല, മേലെ കഴുകിയിട്ട് പോകുള്ളൂ. പിന്നെ തല വന്നിട്ടൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. കാരണം ആ ഇതിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കോൾഡും ഇതൊക്കെ വരും. പിന്നെ അതുപോലെ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ ക്ലാസ് പോവും. അങ്ങനെയൊക്കെ ആലോചിച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്യുക. പണ്ടേ അതേതാണ് ഞാനിപ്പോൾ കുട്ടികൾക്കും ഫോളോ ചെയ്തത്. പോകുമ്പോൾ മേല് കഴുകും, വളരെ ചെറുതായിരിക്കുമ്പോൾ വന്നാലേ മേല് കഴുകി കൊടുക്കും.
രാവിലെ ഒന്നും ചെയ്യില്ല. എല്ലാം മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി പറഞ്ഞയക്കും. ഈവനിങ് വന്നാലാണ് മേല് കഴുകി എല്ലാം മാറ്റി പെറ്റിക്കോട്ടിട്ട് നടക്കുക അവർ കുട്ടികൾ. അത് അങ്ങനെ ആയിരുന്നു. അന്ന് ബിസിയല്ലേ, 3 പേരെയും ഒരേപോലെ നോക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഞാനങ്ങനെയുള്ള ഒരാളെ ആയിരുന്നില്ല. വളരെ എന്താ പറയുക, അന്ന് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അങ്ങനെയല്ലേ, നമ്മളല്ലേ ചിന്തിക്കുള്ളൂ. എല്ലാം അയൺ ചെയ്ത് പെർഫെക്റ്റ് ആയിരിക്കും, വളരെ കറക്റ്റായിട്ട് അയൺ ചെയ്ത് എൻ്റെ ഇത് തനിയെ ഒരു അലമാരയിൽ വെച്ച് ക്ലീനാക്കി അടുക്കി ഒതുക്കി അങ്ങനെ ഒരു ഇതായിരുന്നു. കുട്ടികളൊക്കെ ആയപ്പോൾ അതൊക്കെ പോയി. അവരുടെ സൗകര്യത്തിന് അവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ആയിരുന്നു അല്ലേ. അതുതന്നെയാണ് ആ ഒരു കാലം, അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ. ഇപ്പോൾ നല്ലോണം സമയമുണ്ട്. ബാക്ക് ടു എൻ്റെ പഴയ റൂട്ടീനിലേക്ക് വന്നു. ഞാൻ ഏട്ടൻ്റെയും മാത്രം ഒക്കെ അയൺ ചെയ്തൊക്കെ സെറ്റാക്കി ക്ലീനാക്കി വെക്കും കബോർഡൊക്കെ. കുട്ടികളുടെ ചെയ്യണം. ഇപ്പോൾ അവർ വലുതായില്ലേ. ഇടയ്ക്ക് സഹായിക്കും. ഇപ്പോൾ അവിടെ ആരും ഇല്ലല്ലോ. ഉള്ള സമയത്ത് അവരുടെയൊക്കെ അടക്കി വയ്ക്കുക, എടുത്ത് വയ്ക്കുക, അതൊക്കെ തന്നെ. കാരണം അവർക്ക് ജോലി തിരക്ക്. എന്നാലും അവരും എല്ലാ സമയത്തൊക്കെ ചെയ്യും, ഒപ്പം നിൽക്കും, എടുക്കുക എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർ കണ്ടു വളർന്നുകൊണ്ട് ഇപ്പോൾ തനിയെ താമസിക്കുമ്പോൾ എന്തൊക്കെ ഞാൻ ചെയ്തു അത് അങ്ങനെ ഫോളോ ചെയ്യാൻ അറിയുന്നുണ്ട്. അപ്പം നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ ലൈഫ് തുടങ്ങുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെന്താ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുക്കിങ്ങിനൊന്നും ആയില്ല അല്ലേ. കണ്ടില്ലേ, എല്ലാം ഉണ്ട്. വേവിച്ച് കട്ട് ചെയ്ത് അതിന് ആവശ്യമുള്ള എല്ലാ നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇടാം. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും ചതച്ച് അതിൻ്റെ എന്താ പറയുക, എല്ലൊക്കെ മാറ്റി, അങ്ങനത്തെ ബോൺലെസ്സാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നന്നായിട്ട് ഈവണായിട്ടത് വെന്ത് കിട്ടും. അതും ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ വളരെ നല്ലതാണ്. അതിലാണല്ലോ പ്രോട്ടീൻ കൂടുതൽ. അപ്പോൾ അതിനെ ഇതുപോലെ ഒന്ന് ആദ്യമേ കുറച്ചൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് ചതച്ച് വേവിക്കാനിട്ടാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും, എല്ലാം അതിൽ പിടിക്കും. പിന്നെ ഇതിലിപ്പോൾ ഞാൻ അതിനെ ഉപയോഗിച്ച വയലറ്റ് ക്യാബേജില്ലേ, ഗ്രീൻ കളറിലെ ക്യാബേജും ഇതും ആണെങ്കിലും മാറി മാറി. ഇതിനാണ് കൂടുതൽ അതിൻ്റെ ആ ഒരു കളറിൽ ഒരു കൂടുതൽ സത്ത്, അതിൻ്റെ ഗുണം അതിനുണ്ട്. അതെപ്പോഴും വിനീഗറിലിട്ടിട്ടാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുക. കാരണം ഒരു സമയത്ത് കുറച്ച് കാലം മുമ്പ് ഇത് ക്യാബേജ് കട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ പുറത്ത് നല്ല ഭംഗിയുണ്ട്, ഒരൊറ്റ കേടില്ല, ഫ്രഷായിട്ടുള്ള സാധനം. പക്ഷേ കട്ട് ചെയ്ത് നോക്കിയപ്പോഴോ അതിന് നിറയെ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ. അത് കണ്ട ശേഷം ഭയങ്കര അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തിങ്ങനെ ഇതളാക്കി വിനീഗറിൽ 5 മിനിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി കഴുകിയിട്ടേ ചെയ്യുള്ളൂ. അല്ലാതെ കട്ട് ചെയ്താൽ കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് പിടിക്കണ്ടേ. അപ്പോൾ കഴുകി ആദ്യമേ പിന്നെയും കഴുകി കിട്ടുന്ന ഗുണങ്ങൾ ആ പകുതി അത് മതി. പുഴുവിനെ തിന്നുന്നതിനെക്കാട്ടിലും ഭേദമല്ലേ. പിന്നെ കുറച്ച് നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഒരു ബിരിയാണി ഇല, ബേ ലീഫ്, പിന്നെ ഇഞ്ചി, ഉള്ളി എല്ലാം ഞങ്ങൾ കട്ട് ചെയ്തൊക്കെ കൂടി എടുത്തിട്ട് വേവിക്കാം. പിന്നെ ഇത് ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് തിരിയുണ്ട്, അപ്പോൾ അതും കൂടി ഇട്ടു. ഇനിയിപ്പോൾ അതിനായിട്ടിപ്പോൾ എടുത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ കോളിഫ്ലവറും ബീൻസും പീസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടു. എന്തായാലും വെജിറ്റബിൾ സൂപ്പല്ലേ, അപ്പോൾ എല്ലാ വെജിറ്റബിളും ഇരിക്കട്ടെ അങ്ങനെ. അപ്പോൾ അതും കൂടി ഇട്ടപ്പോഴേ പാത്രം അപ്പോഴേക്കും അത് നിറഞ്ഞു പോയി. അപ്പം ആലോചിച്ചില്ല, പിന്നെ അത് മാറ്റിയില്ല. എന്തായാലും അത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് പകുതിയാവും. എന്നിട്ട് ചെറുതായിട്ട് ഫുൾ അടച്ചു വെച്ചാൽ അത് മുഴുവൻ പതഞ്ഞ് പൊങ്ങി പോവില്ല. അതുകൊണ്ട് ഞാൻ
സ്പൂൺ അതിൽ വെച്ചിട്ടാണ് അടച്ച് വെച്ചത്. പിന്നെ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോഴൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. വെറുതെ നിന്നാൽ ആ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അപ്പോൾ കട്ട് ചെയ്തതെല്ലാം ഓരോന്നായിട്ട് കഴുകി വെക്കുക. ഇതൊക്കെ അപ്പം ഉപയോഗിച്ചതാണ് കുറച്ച് സമയത്തിന്. അപ്പോൾ അത് ഞാൻ ഡിഷ് വാഷറിലൊന്നും ഇട്ടില്ല. ഞാൻ തന്നെ അപ്പോൾ കുറച്ച് ലിക്വിഡ് സോപ്പിട്ട് കഴുകി അപ്പം തന്നെ വെച്ച് അതിനെ തുടച്ച് നമ്മൾ സ്ഥലത്ത് എടുത്ത് വെച്ചുമ്പോഴേക്കും ആ സമയം കറക്റ്റാവും, സൂപ്പും വെന്ത് കിട്ടും. അല്ലേ? അതല്ലേ നമ്മൾക്ക് ടൈം മാനേജ്മെൻറ്റ് എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്ര ബേർഡനായിട്ട് തോന്നില്ല നമ്മുടെ ജോലികൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെന്താ, അങ്ങനെയാണ് ഈ സൂപ്പ്. അപ്പോൾ ഇടയ്ക്ക് ഈ വിൻ്റർ സമയത്ത് സൂപ്പ് കഴിക്കണതല്ല. ഇവിടെ വളരെ തണുപ്പാവും. വളരെ ആ സമയത്ത് നമുക്ക് ഈ ചൂടായിട്ടുള്ള ഇത് കഴിക്കുമ്പോഴല്ലേ, അത് ചിക്കൻ കൂടി ആകുമ്പോൾ ചിക്കൻ പീസസും കൂടി ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് തോന്നും. നമുക്ക് ബോഡി ഒരു ഹോട്ടായിട്ട് ഫീൽ ചെയ്യും. നല്ല തണുപ്പായിരിക്കും അല്ലെങ്കിൽ. പിന്നെ ആ സമയം കൊണ്ട് അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യമേ പോയി ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്താ, ഇപ്പം മോള് ഇടയിൽ കൂടെ വന്ന് കുറച്ച് നേരം സംസാരിച്ചു. ഇത് ഞാൻ ഈവനിങ് രാത്രിക്കുള്ളതാണല്ലോ, അപ്പോൾ ആ സമയത്താണ് ഉണ്ടാക്കണതാണ്. അപ്പം മോളുടെ വർക്ക് കഴിഞ്ഞപ്പോൾ വന്ന് ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ഓരോന്നൊക്കെ സംസാരിച്ചിട്ട്. പിന്നെ മോള് പോയി. എന്തെങ്കിലുമൊക്കെ അവർക്ക് കാണാനൊക്കെ ഉണ്ടാകുന്ന റിഫ്രഷ് ചെയ്യണ്ടേ, എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ നമ്മുടെ ടോഗോ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യണം. മാറി മാറി മോളുടെ അടുത്തും പോവും, എൻ്റെ അടുത്തേക്കും വരും. അങ്ങനെയാണ് ഞങ്ങളുടെ ഈവനിങ് ടൈം. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയത് അപ്പം തന്നെ തുടച്ച് അതിൻ്റേതായ സ്ഥാനത്ത് എടുത്ത് വെച്ചു. അത്രയും സമയം അതിന് വേണം, കാരണം നന്നായിട്ടത് വേവണമല്ലോ, സൂപ്പല്ലേ എത്രയായാലും. പിന്നെ അതിനെ മിക്സിയിലൊന്നും അടിക്കരുത്, അതങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു സ്മാഷ് ചെയ്യുക നല്ലോണം. എന്നിട്ട് പിന്നെ ആദ്യം കുക്ക് ചെയ്തിട്ട് അതിൽ കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ട് എപ്പോഴും കോൺഫ്ലവർ അല്ലേ ഉപയോഗിക്കുക. ഞാനപ്പോൾ അതിന് പകരം എപ്പോഴും കോൺഫ്ലവർ യൂസ് ചെയ്യുന്നതിന് പകരം ആരോ റൂട്ട് യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് നല്ലതാണല്ലോ ബോഡിക്ക്. കൂവപ്പൊടി പറയില്ലേ, നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ കൂവ കിണ്ടി ഉണ്ടാക്കുമല്ലോ, അലുവ പോലെ. ഇത് കൂവ, ആ പൊടിയാണ് തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാറ്റിനും ഉപയോഗിക്കുക. മഞ്ചൂറിയൻ ഉണ്ടാക്കുമ്പോഴും ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ. പിന്നെ ആരോറൂട്ട് ഇല്ലാത്ത സമയത്ത് മാത്രമാണ് ഞാൻ കോൺഫ്ലവർ ഉപയോഗിക്കുള്ളൂ. ഇതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു വലിയ ടേബിൾ സ്പൂൺ, ഒരു 1-2 ടേബിൾ സ്പൂൺ ഒരു വാം വെള്ളത്തിൽ ഒഴിച്ച് കലക്കി വെച്ചു. അതാണ് ആരോറൂട്ട്. നമുക്കിവിടെ ഇങ്ങനെ കിട്ടുള്ളൂ. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കിഴങ്ങേ ഉണ്ടാവില്ലേ, തിരുവാതിരയ്ക്കൊക്കെ ആ കിഴങ്ങ് അരച്ച് അതിൻ്റെ പാലെടുത്ത് കിണ്ടി വെല്ലവും തേങ്ങയും പിന്നെന്താ ഇലപ്പൊടിയൊക്കെ ഇട്ട് ഏലക്കായൊക്കെ ഇട്ട് നല്ല രസമാണ് കഴിക്കാൻ. എനിക്കിഷ്ടമാണത്. ഇവിടെ ഉണ്ടാക്കും, ഞാനുണ്ടാക്കും ഈ സമയത്തൊക്കെ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഈവനിങ് സ്നാക്ക് അതായിരിക്കും. പിന്നെ എൻ്റേതായ ഇമ്പ്രവൈസേഷനൊക്കെ ഉണ്ടാവും അതിൽ. കുറച്ച് എള്ളുണ്ടാവും, പിന്നെ ബദാമോ നട്ട്സോ ഒക്കെ എടുത്തിടും, അങ്ങനെ കഴിക്കും. പണ്ട് നമ്മൾ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെറും കൂവ കിണ്ടിയത് ഒരു നാളികേരവും വെല്ലവും കൂവയും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ഏലക്കപ്പൊടി. അങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുക. അപ്പം ഞാൻ സ്കൂളിലൊക്കെ വിട്ട് വന്ന സമയത്തൊക്കെ അന്ന് അമ്മയൊക്കെ വർക്ക് ചെയ്യണതുകൊണ്ട് അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഞങ്ങളുടെ കോളനിയിൽ തന്നെ ഓപ്പോസിറ്റ് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കുക്കുണ്ട്, ഒരു അനന്തൻ നായരെ പറഞ്ഞിട്ടൊരു കുക്കുണ്ട്. ആ കുക്ക് അവരാണൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. ഞാൻ ഈവനിങ് ആയാൽ അവിടെ പോവും ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ കഴിക്കാൻ. അപ്പോൾ ആ സമയത്തൊക്കെ പഴം ചുട്ടിട്ട് ഒരു കുഴൽ പോലെ ഒന്നിൽ
പഴം നേന്ത്രപ്പഴം ഉള്ളിലിട്ടിട്ട് അതിനെ ചുട്ടെടുക്കില്ലേ വിറക് ഇതിൻ്റെ ഉള്ളിൽ, വളരെ ടേസ്റ്റാണത്. അത് പിന്നെ ഇത് ഇങ്ങനെ കൂവ കിണ്ടിയത്, പിന്നെ ഒരു ചോറ്റുമുട്ട പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പാലക്കാട്ടുകാർക്കൊക്കെ അറിയുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി വന്ന ചോറ് വൈകുന്നേരം ആയാൽ അതിൽ ചെറിയ ഉള്ളിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അസലായിട്ട് അരച്ച് ചോറിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യും ഒഴിച്ചിട്ട്, അത് ഈവനിങ് സമയത്ത് അന്നത് സ്നാക്കാണ്. ചോറ് ബാക്കി വന്ന ചോറിന് അതിപ്പോൾ ഇവിടെ സ്ഥിരമാണ്, കുട്ടികൾക്കത് ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഉപ്പേരി അതൊക്കെയാണ് സ്കൂളിലേക്ക് കൊടുത്തയക്കുക. ചോറ്റുമുട്ട മതി പറയും. ഇപ്പോൾ അതിൻ്റെ പകരം അതിൻ്റെ കൂടെ മുട്ടയിടും, ചിക്കനിടും. അപ്പോൾ അത് ഒരു സ്പെഷ്യൽ ഇപ്പോഴത്തെ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് മാത്രം. അന്ന് ബാക്കി വന്ന ചോറിനെ ഉണ്ടാക്കുന്ന ഇതാണ് ചോറ്റുമുട്ട. ഇപ്പോഴും അതന്നെ ഉണ്ടാക്കും നല്ലോണം. അത് ചോറ് വെക്കുന്ന സമയത്ത് കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടം, അത് മതി പറയും. കൂട്ടാനേക്കാട്ടിലും ഇഷ്ടമാണത്. പക്ഷേ അതിൻ്റെ കൂടെ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. മുട്ട ഇടണം, അല്ലെങ്കിൽ ചിക്കൻ ഇടണം, അല്ലെങ്കിൽ പനീർ ഇടണം, അല്ലെങ്കിൽ മഷ്റൂം ഇടണം. പക്ഷേ ബേസ് എന്താണ്? ചെറിയ ഉള്ളിയും മുളകും ഉപ്പും കൂടി അരച്ചത്, പിന്നെ നെയ്യിൽ. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ അല്ലേ? കഴിച്ച് നോക്കിയിട്ടുണ്ടോ? പാലക്കാട്ടുകാർക്ക് അറിയുണ്ടാവും ചോറ്റുമുട്ട എന്താണെന്ന്. പിന്നെ അതിനെ അത് ഉടച്ച് അതിനെ എടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഉടച്ച് കഴിഞ്ഞപ്പോൾ അത് പകുതിയായി. അപ്പോൾ പിന്നെ ആ പാത്രത്തിൽ അത് കറക്റ്റായി. ഞാൻ വിചാരിച്ചു പാത്രം മാറ്റേണ്ടി വരുമോ, വേറെ പാത്രത്തിലാക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് പറ്റി. പിന്നെ ആദ്യം അതിനെ ഒന്ന് തിളയ്ക്കാൻ വെച്ചു. ഒന്ന് തിളച്ച ശേഷമാണ് ആരോ റൂട്ട് കലക്കിയതിനെ ഒഴിച്ചാൽ അത് പാകത്തിന് തിക്കാവും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ലതാണ്. കുട്ടികൾക്കും നല്ലതാണ്, പ്രത്യേകിച്ച് വിൻ്റർ സമയത്ത്. എത്രയായാലും നമുക്കൊരു നമ്മുടെ ഒരു രാത്രിയാകുമ്പോഴോ അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് എന്തായാലും ഒരു തണുപ്പുണ്ടാവും. ഇവിടുത്തെ പോലെ 10 ഡിഗ്രി 9 ഡിഗ്രി ഒന്നും ആവില്ലെങ്കിൽ കൂടി ഒരു തണുപ്പുണ്ടാവുമല്ലോ, വിൻ്റർ തന്നെയല്ലേ. വൃശ്ചിക മാസം മരം കോച്ചും തണുപ്പ് എന്നൊക്കെയാണ് പണ്ട് കാലത്തൊക്കെ പറയുക അല്ലേ. പക്ഷേ ഇപ്പോൾ ഒന്നും അത്ര തണുപ്പില്ല തോന്നുന്നുണ്ട്. അങ്ങനെ അത് തിളച്ച് നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് അങ്ങനെ നല്ല ഭംഗിയിൽ തിളച്ച് സുന്ദരക്കുട്ടപ്പനായി. ഇനി നമുക്കതിനെ ഒന്ന് സെർവ് ചെയ്യാം. അല്ല, ചൂടോടെ അങ്ങോട്ട് കുടിക്കുമ്പോൾ നല്ല സുഖം. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇന്ന് ക്രോട്ടൺസ്, അതായത് ഈ ബ്രെഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ നെയ്യിലൊക്കെ വറുത്തിട്ട് അത് ഇടില്ലേ, അതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇതേ ആ വെജിറ്റബിളെ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. പ്യുവറായിട്ടുള്ള ആ മറ്റേ ടൊമാറ്റോ സൂപ്പൊക്കെ പോലെ വെന്തുടച്ചിട്ടുള്ളതല്ലല്ലോ, ഇതിൽ തന്നെ ഉണ്ടല്ലോ സാധനങ്ങൾ. അപ്പോൾ അതേ മതി, ഫില്ലിംഗ് ആണ്. അപ്പോൾ പിന്നെ വേറെ ബ്രെഡൊന്നും കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നെയ്യിൽ വറുത്ത് ഉണ്ടാക്കിയതൊന്നും ചെയ്തില്ല. നമ്മൾ മണം കേട്ടിട്ട് നമ്മുടെ ടോഗോ അങ്ങനെ പിന്നാലെ വന്ന് നോക്കുകയാണ്. അവൻ ആദ്യമേ കൊടുത്തു, അത് സ്ഥിരം അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഫുഡ് കഴിഞ്ഞു. പിന്നെ ഞങ്ങളിരിക്കാനിരിക്കുക. അപ്പം മോൾക്ക് എഗ്ഗ് വേണം പറഞ്ഞു. അപ്പോൾ ഒരു എഗ്ഗ് വെറുതെ ഉൾട്ടാ പുൾട്ടാ പറയും ഇവിടെ. വെറുതെ അതിനെ പൊട്ടിച്ചിട്ട് ഉപ്പും കുരുമുളകും ഉള്ളിയൊന്നും ഇല്ലാണ്ട്. ഏട്ടനെ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു. പിന്നെ എനിക്കും വേണമെന്ന് തോന്നിയില്ല, കാരണം ഇതന്നെ നല്ല ഫില്ലിംഗ് ആയിരിക്കും. അപ്പം അങ്ങനെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് അതൊരു ശീലമാണ്. അപ്പോൾ കുട്ടികളിപ്പോൾ ഇത്രയും വയനായാലും അവർ വന്നു കഴിഞ്ഞാൽ മമ്മി എടുത്തു തരൂ, മമ്മി അത് വലിച്ചു തരൂ, മമ്മി സ്പൂണ് തരൂ, മമ്മി അത് തരൂ, ഇത് തരൂ, ഇതന്നെയാണ്. അപ്പോൾ എനിക്കതൊരു ശീലമായി, ഹാബിറ്റായിപ്പോയി അത്. അവർക്കൊക്കെ വിളമ്പിക്കൊടുത്ത് എന്നിട്ടാണ് പിന്നെ ഞാനിരുന്ന് കഴിക്കുക. അത് ചെറുപ്പം മുതൽ അത് അങ്ങനെ ആയിപ്പോയി, ശീലമായിപ്പോയി. പിന്നെ അതെനിക്ക് ചെയ്യാതിരുന്നാലും ബുദ്ധിമുട്ടായി തോന്നും. അവരെ കൊണ്ട് എടുത്ത് കഴിപ്പിച്ചല്ലോ എന്നൊരു മനസ്സിന്. പറയാൻ പ്രായമൊക്കെ ആയി, എന്നാലും ഏട്ടനും അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. ഒക്കെ എടുത്തു കൊടുത്തിട്ടുള്ള ഒരേ ഒരു കുട്ടി അങ്ങനെ വളർത്തിയതല്ലേ. പിന്നെ അധികവും ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ വിൻ്റർ സൂപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയായോ? നിങ്ങളൊക്കെ കഴിക്കട്ടെ, കൂടെ കഴിച്ചോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല എരിവും എന്താ പറയുക,
ആ ചൂടോടെ കഴിക്കുമ്പോഴല്ലേ നല്ല സുഖം. കുറച്ചും കൂടി തണുപ്പുള്ള സമയത്ത് കഴിക്കുമ്പോൾ അതിലേറെ ഇരിക്കും. അപ്പോൾ എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.